2014-ലും 2019-ലും കോൺഗ്രസ് നേരിട്ട അല്ലെങ്കിൽ പ്രതിപക്ഷം നേരിട്ടതിനേക്കാൾ ഭയാനകവും ദയനീയവുമായ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെയാണ് 2024-ൽ അവർ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ കക്ഷികളെ ഒന്നടങ്കം അവരുടെ സമനില ഇപ്പൊ തെറ്റിയിരിക്കുകയാണ്. ആ സമനില തെറ്റിയതിന്റെ ഒരുപക്ഷെ ബൗദ്ധികമായി അവർക്ക് സംഭവിച്ചിരിക്കുന്ന വലിയൊരു ദുരവസ്ഥയുടെ ബഹിസ്ഫുരണമാണ് നമ്പ്യാരെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഏതറ്റം വരെയും ഇനി ഞങ്ങൾ പോകും. കാരണം ഇവർക്കൊന്നും വലുത് രാജ്യമോ രാഷ്ട്രമോ ആ അർത്ഥത്തിൽ രാഷ്ട്രീയമോ അല്ല. സങ്കുചിതമായി നാളിതുവരെ തങ്ങളൊക്കെ കൈവശം വെച്ചു പോന്നിരുന്ന അധികാരങ്ങളും അപ്രമാദിത്വവും കൈമോശം വന്നു പോവുകയും രാജ്യം ഇന്ന് ലോകമെമ്പാടും പ്രകീർത്തിക്കുന്ന തരത്തിലേക്ക് വളരുകയും ചെയ്യുമ്പോൾ ഈ രാജ്യദ്രോഹികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാനസികാവസ്ഥയിലുള്ള ഇവർക്ക് ഇത് സഹിക്കുന്നില്ല. എന്റെ രാജ്യം ലോകത്തിൽ ഏറ്റവും മികച്ചതായി തീരുമ്പോൾ അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കുണ്ട്. സൈനികരായിട്ടുള്ളവരുണ്ട്, കർഷകരുണ്ട്, തൊഴിലാളികളുണ്ട്, വ്യാപാരികളുണ്ട്, വ്യവസായികളുണ്ട്. ആ തരത്തിൽ സമൂഹത്തിന് വലിയൊരു വിഭാഗമുണ്ട്. ശ്രീ കേണൽ ഡെന്നിയെ പോലുള്ള ആളുകൾ ആ ശ്രേണിയിൽ പെടുത്തേണ്ടവരാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കുകയാണ്. നോക്കൂ, ജീവിതത്തിന്റെ നല്ല നാളുകൾ മുഴുവൻ രാജ്യത്തിനു വേണ്ടി അതിർത്തി കാക്കാൻ ഏത് നിമിഷവും ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ട സ്വന്തം നെഞ്ചകം പിളർക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യവും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ട് സ്വജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന ഈ സൈനികരെ പോലും ഇവർ അവമതിക്കുകയാണ്, അവരുടെ ആത്മവീര്യം നശിപ്പിക്കുകയാണ്. ഇതിലൂടെ ഇവർ നേടുന്നത് എന്താണ്? നോക്കൂ, കോൺഗ്രസ് ഒന്നിൽ നിന്നും പാഠം പഠിക്കുന്നില്ല. അവർ ഒന്നിൽ നിന്നും അവർ അനുഭവങ്ങളിലൂടെ അവർ പാഠം പഠിക്കുന്നില്ല. രാജ്യത്ത് കലാപമുണ്ടായാലും മനുഷ്യനെ അസമമായ വികാരങ്ങളെ കൊണ്ട് കൂടിയാലും വേണ്ടില്ല, തങ്ങൾക്ക് ജയിക്കണം. നോക്കൂ, ഈ സൈനികന്റെ മനസ്സ് എത്രമാത്രം വേദനയോടെയാണ് അദ്ദേഹം ഇപ്പൊ നമ്മുടെ മുമ്പിൽ സംസാരിക്കുന്നത്. തനിക്ക് ചെയ്യാൻ കഴിയാതെ പോയത് തന്റെ ജൂനിയറായ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവരുടെ കൈ തൊടുമ്പോൾ അദ്ദേഹം അനുഭവിച്ച മാനസികമായിട്ടുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഒരുപക്ഷെ ഈ രാജ്യദ്രോഹികൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിപ്പിച്ച ഇത്തരം ആളുകൾക്ക് അവർ ഈ രാജ്യത്തിനും ലോകത്ത് നൽകുന്ന സന്ദേശം എന്താണ്? ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തോട് ഓർമ്മിപ്പിക്കുന്നത്, സർ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന കോടാനുകോടി ജനങ്ങൾ താങ്കളെപ്പോലുള്ള ധീര സൈനികരുടെ സേവനങ്ങളെ ഞങ്ങൾ വിലമതിക്കുന്നവരാണ്. ഒരുപക്ഷെ കേരളത്തിൽ ചില ആളുകൾക്ക് നിങ്ങളുടെ അവമതിപ്പുണ്ടാകാം, രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന ചില ആളുകൾക്ക് നിങ്ങളുടെ അവമതിപ്പുണ്ടാകാം. പക്ഷെ ലോകം മുഴുവൻ ഇന്ന് ഭാരതത്തിന്റെ കരുത്ത് അംഗീകരിക്കുകയാണ്. നോക്കൂ, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ പോലും ഏറ്റവും അവസാനമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താണ്? റഷ്യയെ പോലും അമേരിക്കയാണ് താക്കീത് ചെയ്യുന്നത്. പഴയ ഇന്ത്യ അല്ല ഇത്, പഴയ ദുർബലമായ ഭാരതമല്ല ഇത്. എല്ലാ അർത്ഥത്തിലും ആളും അർത്ഥവും പട്ടാളവും സൈനികരും സാങ്കേതിക വിദ്യയും രാജ്യം ഇന്ന് ലോകമെമ്പാടും ഇന്ന് ഭാരതത്തിന്റെ കീർത്തി വളരുകയാണ്. നോക്കൂ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ചൊവ്വയിൽ പോലും പര്യവേഷണം നടത്താവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നാസയ്ക്ക് പോലും എത്തിച്ചേരാൻ കഴിയാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് ഭാരതത്തിന്റെ ചുണക്കുട്ടികള് ശാസ്ത്രലോകം അവിടെ പര്യവേഷണത്തിന് സേഫ് ലാൻഡിംഗ് നടത്തിയതിന്റെ ഭാഗങ്ങൾ ലോകം പോലും പഠനത്തിന് വേണ്ടി സ്വീകരിച്ചു തുടങ്ങുന്നു. നാസ പോലും അത് ഇന്ത്യയുടെ സഹായം തേടുകയാണ്. ആ അർത്ഥത്തിലേക്ക് ഭാരതം വളരുമ്പോൾ എന്റെ രാജ്യമാണ് എന്ന വികാരത്തിനപ്പുറത്തേക്ക് എന്റെ പാർട്ടിക്കും എനിക്കും ഈ രാജ്യത്ത് അഴിമതി നടത്താനും അധികാരങ്ങൾ സ്ഥാപിക്കാനും കഴിയുന്നില്ലല്ലോ എന്നതിന്റെ വേദനയും ദുഃഖവുമാണ് ഇവരെ പേടിപ്പെടുത്തുന്നത്. നമ്മ ഇത് പേടിപ്പെടുത്തുകയാണ് അക്ഷരാർത്ഥത്തിൽ നമ്മുടെയൊക്കെ. മറിച്ച് ഞാൻ പറയുന്നു, ഒരനുഭവവും കോൺഗ്രസ് പഠിക്കുന്നില്ല എന്നതിന് തെളിവല്ലേ 1977 പഞ്ചാബില് ശിരോമണി അകാലിദള് കോൺഗ്രസിനെ തോൽപ്പിച്ചപ്പോൾ പ്രതികാരദാഹിയായ കോൺഗ്രസ് എന്ത് വഴിയാണ് സ്വീകരിച്ചത്? ആയുധം കൊടുത്ത് ബീന്ദ്രൻവാല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആയുധം അണിയിച്ച് ആ സംസ്ഥാനത്ത് കലാപ കലുഷിതമാക്കി ചോരപ്പുഴയൊഴുക്കി രാജ്യത്തിനും സുരക്ഷിതത്വത്തിനും ജീവനും പോലും ഭീഷണിയാവുന്ന തരത്തിലേക്ക് വളർന്നു. അതിൽ നിന്നും അവർ പാഠം പഠിച്ചില്ല. അവസാനം ഭസ്മാസുരന് വളം കൊടുത്ത മാതിരിയിൽ ദൗർഭാഗ്യകരമായ സംഭവമുണ്ടായി. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നഷ്ടപ്പെടുമ്പോൾ അത് നഷ്ടമാകുന്നത്, അത് വേദനിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരെയുമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ അർത്ഥത്തില് സ്വന്തം കർമ്മത്തിന്റെ ഫലമായിട്ടാണെങ്കിൽ പോലും ചിതറി മരിക്കുമ്പോഴും തകർന്നു വീഴുന്ന നമ്മുടെ ആത്മാഭിമാനമാണ്. ഇന്ന് വീണ്ടും നമ്മൾ അറിയുന്നു, ഈ തെരഞ്ഞെടുപ്പില്
ആവനാഴിയിലെ അവസാനത്തെ എല്ലാ അധമ ആയുധങ്ങളുമാണ് പുറത്തെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു യുദ്ധമാണ്, ഒരു പോരാട്ടമാണ്. അത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ടതാണ്. പക്ഷെ അതിന് പകരമായിട്ട് അധമ വികാരങ്ങളെയല്ലേ പണ്ടോറയുടെ ബോക്സിൽ നിന്ന് തുറന്നിട്ടുകൊണ്ടിരിക്കുന്നത്.